ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ 7999. ഓക്കെ. 11:30 രാവിലെ. ആയില്യം നക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം? ജോലിൻ്റെതും കല്യാണത്തിൻ്റെ എല്ലാം അറിയണം. ജോലി, കല്യാണം എല്ലാം അറിയണം അല്ലേ? അപ്പം ഇപ്പം നടക്കുന്നത് ശുക്രദശയാണ്. ശുക്രൻ, കല്യാണ സംബന്ധമായിട്ട് ശുക്രൻ നല്ലതാണ്. അപ്പോൾ ശുക്രദശ മാത്രമല്ല, ആരെങ്കിലും മുൻപരിചയമുള്ളവരെ കഴിക്കാനും ശുക്രദശയിൽ സാധ്യത കൂടുതലാണ്. ജോലിയും അതേപോലെ തന്നെ ഇവിടെ 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതാണ്. നല്ല ജോലി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്താണ് ചെയ്യുന്നത് ജോലി? ഗൾഫിലല്ല, പക്ഷേ ഇപ്പൊ ഒരു കൊല്ലായി കമ്പനി മാറണം എന്ന് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ മാറിക്കോട്ടെ. ഈ 10ാം മാസത്തിന് ശേഷം വലിയ പുരോഗതിയിലേക്ക് പോകും. സെപ്റ്റംബർ കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി നല്ല നിലയിലേക്ക് ഉയരുമെന്നാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കമ്പനി മാറാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും ശമ്പളം വളരെ കൂടുതലായിട്ട് വരികയും വലിയ രൂപത്തിലേക്കുള്ള ഉയർച്ചയും ചിലപ്പോൾ ഈ ശുക്രൻ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒന്ന് ആഞ്ഞു പിടിക്കാൻ പറയുക. ഇത് തന്നെയാണ് സമയം. അതോടനുബന്ധിച്ച് കല്യാണവും നടക്കും. അല്ല, കല്യാണം ഞാൻ പറഞ്ഞില്ലേ, അത് അവൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതേപോലെ നടക്കട്ടെ. അത് തന്നെ, അതിന് മാറ്റമൊന്നും വേണ്ട. അതിനെന്താ പ്രശ്നം? വിവാഹശേഷം ഭാഗ്യമാണ് കാണുന്നത്. അത് ആ കുട്ടിയും വലിയ കുഴപ്പമൊന്നുമില്ല. വിശാഖം ഉത്തമല്ലേ നക്ഷത്രപ്രകാരം? പിന്നെ ജാതകം നോക്കണം. ഇത് ശുദ്ധജാതകമാണ്, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭർത്തൃനാശ യോഗമുള്ള ജാതകമാണെങ്കിൽ അത് കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നുമില്ല, നല്ലതാണ്. വിശാഖവും ആയില്യവും വളരെ പൊരുത്തമല്ലേ? അത് രണ്ടും അസുരഗണല്ലേ? രണ്ടാളും വിട്ടുകൊടുക്കൂല. അപ്പൊ നന്നായി കട്ടക്ക് കളിച്ചോളൂ. ഒരാളൊരാൾക്ക് വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് അത് നടക്കട്ടെ. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയാണ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന കുട്ടികളല്ലേ ഇപ്പം പണ്ടായി പോയില്ലേ? അതെല്ലാം നിങ്ങളെ കല്യാണം ശുക്രദശയിൽ ഏത് സമയത്തും വേണമെങ്കിൽ 7ാം ഭാവാധിപനാണ് ഈ ശുക്രൻ. ഏത് സമയത്തും കല്യാണം നടത്താലോ, അതിനെന്താണ്? അത് അവരുടെ രണ്ടുപേരുടെ സൗകര്യം നോക്കി അങ്ങ് നടത്തുക എന്നല്ലാതെ. അല്ല, ഇനി അങ്ങോട്ട് പുരോഗതിയും വരും, ശമ്പളം മാറും, അവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയൊരു പ്രോസ്പെരിറ്റിയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവും നിങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല. പറയുന്ന ആള് ആരാണെന്ന് മനസ്സിലാക്കുക. ഉറപ്പുണ്ടെങ്കിലേ പറയുള്ളൂ. അല്ലേ പിന്നെ വെറുതെ മോഹിപ്പിച്ചിട്ട് എന്താണ് കാര്യം? മോഹിപ്പിക്കാൻ ഞാൻ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. മകൻ നല്ല നിലയിൽ വരും. ഓക്കെ. ഓക്കെ.